നമസ്കാരം. ഇന്ന് ഗാന്ധി ജയന്തി. രാജ്യമെങ്ങും രാഷ്ട്രപിതാവിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ഈ പുണ്യദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു കടുത്ത വൈരുദ്ധ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഒക്ടോബർ 1 രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ തലേന്നാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പോസ്റ്റൽ സ്റ്റാമ്പും 100 രൂപയുടെ നാണയവും പ്രകാശനം ചെയ്തുകൊണ്ട് RSSനെ വാഴ്ത്തി. ഇതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ RSS നേതാക്കൾ, സ്ഥാപകൻ KB ഹെഡ്ഗേവാർ അടക്കം ജയിലിൽ പോയിട്ടുണ്ട് എന്ന ഒരു പുതിയ ചരിത്രം പ്രധാനമന്ത്രി രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ RSSന് അംഗീകാരം നൽകിയത് ഗാന്ധി സ്മൃതിയെ ഭയപ്പെടുന്നതിൻ്റെ തെളിവായാണ്, ഭരണഘടനയെ അവഹേളിക്കുന്ന നടപടിയായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെയാണ് മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങളിലെ തീവ്രതക്കുറവ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. RSSൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കി. എന്നാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിങ്ങനെയുള്ള ദേശീയ നേതാക്കളിൽ ആരുടെയും വ്യക്തിപരമായ ശക്തമായ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ പുറത്തു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയതുപോലെയുള്ള നേർരേഖയിലുള്ള ആക്രമണം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് എന്തുകൊണ്ടുണ്ടായില്ല? വർഗീയ ശക്തികളെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമായി നാം കാണേണ്ടി വരുന്ന ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഒരേ മനസ്സോടെ ശക്തമായ നിലപാട് എടുക്കുന്നുണ്ടോ? പിണറായി വിജയൻ സംഘപരിവാറിനെ ഇങ്ങനെ നേർക്കുനേർ നേരിടുമ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ ജിഹ്വയായി കോൺഗ്രസ് കേരളത്തിൽ CPIMനെ വിമർശിക്കുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ നമ്മുടെ ചർച്ച RSS മഹത്വവൽക്കരണത്തിന് ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ തിരഞ്ഞെടുത്തത് യാദൃച്ഛികമോ, അതോ ഗാന്ധിയെ തരം താഴ്ത്താനുള്ള ബോധപൂർവമായ അജണ്ടയോ? ഈ നിർണായക ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മൂർച്ചയേറിയ ആക്രമണം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് തന്നെ പാഠമാണോ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് P ജയരാജൻ, കോൺഗ്രസ് നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാബു പ്രസാദ്, താങ്കളിലേക്കൊന്ന് വരികയാണ്. ഗാന്ധിജിയുടെ കൊലപാതകത്തെ തുടർന്ന് നിരോധനം ഏർപ്പെടുത്തിയ ഒരു സംഘടനയാണ് RSS. ആ സംഘടനയെ ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ നാണയവും സ്റ്റാമ്പും ഇറക്കി ആദരിക്കുന്നത് രാഷ്ട്രപിതാവിനോട് തന്നെയുള്ള അവഹേളനമല്ലേ? RSSനെ നിരോധിച്ചിരുന്നു. നിരോധനം ഏർപ്പെടുത്തിയ സംഘടനയാണ്. എന്തിനാണ് ഈ നിരോധനം പിൻവലിച്ചത്? രാഷ്ട്രപിതാവിനെ വധിച്ചു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആ സംഘടനയുടെ നിരോധനം എന്തിനാണ് പിൻവലിച്ചത്? അതും കൂടെ ഒന്ന് പറയണ്ടല്ലേ അല്ലെ? അതേപോലെ തന്നെ നിങ്ങൾ എന്തിനാണ് നിരോധിച്ചത്? അല്ല, കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് നിരോധിച്ചു. എന്ത് കുറ്റമായിരുന്നു? ഗാന്ധി വധം ആരോപിച്ചുകൊണ്ട്. എന്തിനു പിൻവലിച്ചു? അങ്ങനെ ഒരു കൊടിയ കുറ്റം ചെയ്ത സംഘടനയുടെ മേലുള്ള നിരോധനം എന്തിന് സർക്കാർ പിൻവലിച്ചു? അക്കാര്യത്തിൽ ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കോ അതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രത്തിനോ ഒന്നുമില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണോ ഇതൊക്കെ? അല്ല, നിങ്ങൾ പറയൂ, എന്തുകൊണ്ട് നിരോധനം പിൻവലിച്ചു? അത് പറയൂ, നിങ്ങളുടെ വ്യാഖ്യാനം പറയൂ. എന്തിനാണ് നിരോധനം ഇത്ര വലിയ ഒരു കൊടിയ കുറ്റകൃത്യം ചെയ്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആ സംഘടനയുടെ നിരോധനം എന്തിന് പിൻവലിച്ചു? അതെ, അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ 100 രൂപ നാണയവും ഈ പറയുന്ന സ്റ്റാമ്പും ഒക്കെ ഇപ്പോൾ RSSന്റെ ശതാബ്ദിയുടെ ഘട്ടത്തിൽ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ലാലെ. നിങ്ങൾ എന്നോട് ചോദിച്ചതുപോലെ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ടും ചോദിക്കുന്നു.
എന്തുകൊണ്ട് എന്തിന് RSS മേലുള്ള നിരോധനം പിൻവലിച്ചു? അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. അല്ല, ആ വിഷയം നിങ്ങൾ ഇവിടെ ചർച്ചയിൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് അതും അല്ല, വിഷയമാണല്ലോ. അത് തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വേണമെങ്കിൽ മറു ചോദ്യമായി എനിക്ക് ഈ ചർച്ചയിൽ ഒരു അവതാരകൻ എന്നുള്ളത് എനിക്ക് തരാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മറ്റ് പാനലിസ്റ്റുകളോട് ആ കാര്യം നമുക്ക് ചോദിക്കാം. ലാലെ കിടന്നുരുളാതെ, നിങ്ങളാണ് ഇവിടെ ചോദ്യം. ഒരു ഉരുളലുമില്ല സർ, ഒരു ഉരുളലുമില്ല. മഹാത്മാഗാന്ധിയുമായി, രാഷ്ട്രപിതാവിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഒരു നിരോധനത്തിന് വിധേയമായ സംഘടനയാണ് RSS. അതിലെ സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ വിചാരണയ്ക്ക് നേരിട്ടു, നേതാക്കന്മാരുൾപ്പെടെ വിചാരണ നേരിട്ടവരാണ്. ഏത് RSSകാരനാണ് വിചാരണ നേരിട്ടത്? പറയൂ. സംഘപരിവാറുമായി ബന്ധപ്പെട്ട ശരി, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അത് വിചാരണ നേരിട്ടോ? നിങ്ങൾ പറയൂ. താങ്കൾ പറയൂ. RSS നേതാവാണ് വിചാരണ നേരിട്ടത്? താങ്കൾ പറയും. RSSൽ ആരൊക്കെയാണ് നേതാവ്? അതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. RSSൽ ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ട്, ആരൊക്കെയാണ് അതിന്റെ നേതാക്കന്മാർ, അത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്, ഇതൊക്കെ എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് സർ? നിങ്ങൾ കിടന്ന് ഉരുളണ്ട. സ്പെസിഫിക് ആയി RSSന്റെ കാര്യങ്ങൾ അറിയുന്ന ചരിത്ര പുസ്തകം എവിടെയുണ്ട്? ഏത് ചരിത്രം നോക്കും? അല്ല, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഒരിടത്തും ചരിത്ര പുസ്തകങ്ങളില്ല, ഒരിടത്തും ഇല്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാവനയിൽ നിന്നാണ്. RSSനെ കുറിച്ച് ഭാവനയല്ല, അനുഭവമുള്ള അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അന്നത്തെ സർക്കാരും അന്ന് എടുത്ത തീരുമാനമാണത്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ആ കാലഘട്ടത്തിൽ? മഹാത്മാഗാന്ധി രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ എന്തായിരുന്നു RSS ചെയ്തുകൊണ്ടിരുന്നത്? എന്തിന്? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾ ഉന്നയിച്ച വിഷയമാണ്. എന്തിന് RSSന്റെ മേലുള്ള നിരോധനം പിൻവലിച്ചു? ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ശരി, ഈ വിഷയം ഉന്നയിച്ചത് നിങ്ങളാണ്. അല്ല, ഞാൻ താങ്കൾക്ക് 1 മിനിറ്റ് കൂടി തരാം. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: ഈ ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഇറക്കി രാഷ്ട്രപിതാവിനെ അവഹേളിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ്. അതിനോട് താങ്കൾക്ക് വിശദീകരണം നൽകാം. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവാം, അവർ പറയട്ടെ. ഞാൻ അത് കഴിഞ്ഞ് എന്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ വിടുന്നു. നിങ്ങൾക്ക് അതിന് ഉത്തരമില്ല. അല്ലല്ല, എന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കില്ല. അല്ലല്ലോ, അല്ലല്ല, അത് ഒരു വിഷയം ഉന്നയിച്ചാൽ അതിന്റെ മേലിലുള്ള ഒരു ചോദ്യം വന്നാൽ അതിന് അന്തസ്സായി ഉത്തരം പറയുക. അതിന്റെ ഉത്തരം പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതെ. അപ്പൊ താങ്കൾ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് താങ്കൾ അന്തസ്സ് കാണിക്കൂ. അപ്പൊ ഞാൻ അതുപോലെ താങ്കൾ കാണിക്കുന്ന അന്തസ്സ് ഞാനും കീപ്പ് ചെയ്യാം. പറയൂ. ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയത്തിന്മേലുള്ള ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയണം. നിങ്ങൾക്ക് അതിന് കഴിയില്ല. ശരി, അപ്പൊ ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരോധനം ഏർപ്പെടുത്തിയ സംഘടനയെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പും നാണയവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഗാന്ധിജിയെ അവഹേളിക്കുന്നതാണോ അല്ലയോ? ഇനി ഞാൻ പറയാം. നാണക്കേടും അവഹേളനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനോ അത് തോന്നുന്നില്ല. അത് അന്തസ്സായിട്ട് തന്നെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ അവർ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ച് ഒരു പരിപാടി അവർ ചെയ്യുന്നു, അവർ നടപ്പാക്കുന്നു. നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അത് ഈ സർക്കാരിന്റെ, ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെയും ആ ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രത്തിന്റെയും സൗകര്യമാണ്, ഇഷ്ടമാണ്. ശരി, അപ്പൊ അതിനെ ഇങ്ങനെ കൂടി വായിക്കാം. അതായത് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തെ അവഹേളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ. രാഷ്ട്രപിതാവിനോടുള്ള അവഹേളനമാണ് എന്ന് നിങ്ങൾ കരുതിക്കോളൂ. ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. അതെ, നിങ്ങൾ തിരുത്തില്ല, നിങ്ങൾ അങ്ങനെ തിരുത്തുന്നില്ല. അതായത് തലയ്ക്കകത്ത് ആളുതാമസവും ബോധമുള്ള ആൾക്കാർക്ക് അത് അങ്ങനെ തോന്നില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം. ശരി, ശ്രീ പി ജയരാജൻ, ഈ കാര്യത്തിൽ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ആളുകൾ എന്താണ് കരുതുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് ഈ ഷാബു പ്രസാദ് ലാൽ ഉന്നയിച്ച ഈ ചർച്ചയിലെ പ്രധാന വിഷയത്തിൽ നിന്ന് വഴുതി മാറാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം RSSനെ മഹത്വവൽക്കരിക്കുക. RSS രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന ചോദ്യം ചോദിക്കണമല്ലോ. ആ ചോദ്യത്തിന് ഷാബു മറുപടി പറയണം.
RSSനെ വെള്ളപൂശാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് 22 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട RSS രാജ്യത്തിലെ ധീരദേശാഭിമാനികൾ, അത് ഗാന്ധി ഉൾപ്പെടെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഒക്കെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാതെ സമരത്തിൽ പങ്കെടുക്കുന്നത് വൃഥാ സമയം ചെലവഴിക്കലാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് RSS സ്ഥാപകനായിട്ടുള്ള ഹെഡ്ഗേവാർ നിലപാട് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല RSSകാരെ വിലക്കുകയും ചെയ്തു. അതാണ് അത്തരമൊരു പ്രസ്ഥാനം RSSൻ്റെ ശാഖകളിൽ കബഡി കളിക്കാനും അതുപോലെ തന്നെ വടംവലി നടത്താനും സ്വയം സേവകരോട് കൽപ്പിച്ചൊരു പ്രസ്ഥാനം, ബ്രിട്ടീഷുകാരോട് മുമ്പിൽ പാദസേവ ചെയ്ത പ്രസ്ഥാനം, അതാണ് RSS. ഇന്ന് അമേരിക്കക്ക് മുമ്പിലാണ് പാദസേവ ചെയ്യുന്നത്. ട്രംപിൻ്റെ മുമ്പിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവതരിക്കുകയാണല്ലോ മോദി ചെയ്യുന്നത്. അപ്പോൾ അന്ന് സാമ്രാജ്യത്വ പാദസേവ ബ്രിട്ടന് മുമ്പിൽ, ഇപ്പോൾ അമേരിക്കക്ക് മുമ്പിലാണ് സാമ്രാജ്യത്വ പാദസേവ ചെയ്യുന്നത്. അത്തരമൊരു ശക്തി ഈ പറയുന്ന രൂപത്തിൽ RSSനെ വെള്ളപൂശുക. കഴിഞ്ഞ ചെങ്കോട്ടയിൽ കൊടിയുയർത്തിക്കൊണ്ട് രാഷ്ട്രപതാക ഉയർത്തിക്കൊണ്ട് മോദി RSSനെ വെള്ളപൂശി. RSS ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചു. RSSൻ്റെ രക്തപങ്കിലമായിട്ടുള്ള ചരിത്രം ഇവിടെ വിസ്മരിക്കാൻ ആവശ്യപ്പെട്ടു. അത് മറച്ചുവെക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ ലാൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഗാന്ധിജിയും RSSും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന ഒരു വിഷയം സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ എന്ന് പറഞ്ഞാൽ 47 ആഗസ്റ്റ് 15 ശേഷമുള്ള നാളുകളിൽ അദ്ദേഹം കൽക്കത്തയിൽ നിരാഹാരം അനുഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ വർഗീയമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നിട്ട് 47 സെപ്റ്റംബർ മാസം 12-ാം തീയതി RSSൻ്റെ ഗുരുജി ഗോൾവാൾക്കറുമായിട്ട് നേരിട്ട് സംവദിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഹിന്ദു മുസ്ലിം കലാപം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ RSS നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് ഗോൾവാൾക്കറോട് ഗാന്ധിജി അഭ്യർത്ഥിച്ചത് നിങ്ങളൊരു പരസ്യമായിട്ട് അഭ്യർത്ഥന കൊടുക്കണം. അപ്പോൾ ഗോൾവാൾക്കർ പറഞ്ഞു, ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തണം എന്നുള്ളതിനോട് യാതൊരു യോജിപ്പുമില്ല, അത് പരസ്യ പ്രസ്താവന നടത്തണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടപ്പോൾ ആ പ്രസ്താവന ഗാന്ധിജി നടത്തിയാൽ മതി എന്ന് പരിഹാസപൂർവ്വം പ്രതികരിച്ച ആളാണ് ഗോൾവാൾക്കർ. അപ്പോൾ ഹെഡ്ഗേവാർ മുതൽ ഗോൾവാൾക്കർ വരെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് പാദസേവയാണ് ചെയ്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവരിപ്പോൾ ഈ ദേശീയതയുടെ വക്താക്കളായിട്ട് ചമയുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ചരിത്രമാണ് RSSനുള്ളത്. കാരണം നാഗ്പൂരിൽ 1925 RSS രൂപീകരണ സമയത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാര്യവാഹമായിട്ടുള്ള ഗോപാൽ മുകുന്ദ് ഹുദ്ദർ, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹെഡ്ഗേവാറിൻ്റെ മുന്നിൽ തന്നെ ഈ ഹുദ്ദർ ഇപ്പോൾ RSSൻ്റെ ചലനാത്മക സൃഷ്ടിക്കണമെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഹെഡ്ഗേവാറിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ആ കാണാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ അംബാസഡറായിട്ട്, അതിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഹുദ്ദർ പോയിട്ട് ഹെഡ്ഗേവാറിനെ കാണുമ്പോൾ ഹെഡ്ഗേവാർ അതൊന്നും കേട്ടിട്ട് ക്ഷുഭിതനായി എന്നാണ് ഹുദ്ദർ തന്നെ പറഞ്ഞിട്ട്. കാര്യവാഹമായിട്ടുള്ള ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു തലത്തിലും പങ്കെടുക്കാത്തവർ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതീകമായിട്ട്, ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിനിധികൾ തങ്ങളാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശ്രീ പി ജയരാജൻ, അങ്ങനെ വരുമ്പോൾ പോലും മഹാത്മാഗാന്ധിയെ അവഹേളിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നു. ഗാന്ധി ജയന്തിയുടെ തലേനാൾ ഈ നാണയവും സ്റ്റാമ്പും ഇറക്കി ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കാണുമ്പോൾ ഇത് കേന്ദ്ര സർക്കാർ അധികാരത്തിന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ചെയ്തതുപോലെ, പ്രധാനമന്ത്രി തന്നെ അധികാര ദുർവിനിയോഗം നടത്തിയതുപോലെ തന്നെ കാണേണ്ടി വരില്ലേ? രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയോട് ഇങ്ങനെ കാണിച്ചത് വഴി ചെയ്തിരിക്കുന്നത്?
അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നതാണ് ലാൽ. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത RSSൻ്റെ പ്രചാരകനായിരുന്ന മോദി ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ RSSകാർ പങ്കെടുക്കുന്ന ചിത്രമടങ്ങുന്ന ഒരു സ്റ്റാമ്പ്, അതുപോലെ തന്നെ ഒരു നാണയം, ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു നാണയം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഭരണഘടനയെ അവഹേളിക്കലാണ്. കാരണം ഭരണഘടന അംഗീകരിക്കപ്പെട്ടപ്പോൾ RSSൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള ഓർഗനൈസറിൽ എഴുതിയിട്ടുള്ള മുഖപ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് പഴയ മനുവിൻ്റെ നിയമങ്ങളെ പിന്തുടർന്നിട്ടുള്ള ഒരു ഭരണഘടനയല്ല, ഇത് പാശ്ചാത്യമായിട്ടുള്ള ഭരണഘടന അനുകരിച്ചു കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് കുറ്റപ്പെടുത്തിയ ആളുകൾ ഇന്ന് ആ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞിട്ട് അധികാരത്തിലിരിക്കുക. 10 വർഷം അധികാരത്തിലിരുന്നതിന് ശേഷം ഇപ്പോൾ മെല്ലനെ RSSൻ്റെ മതരാഷ്ട്രവാദം രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണിത്. 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. എങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി 100 വർഷം തികയുന്ന ഘട്ടത്തിൽ, RSS രൂപീകരണത്തിൻ്റെ 100 വർഷം തികയുന്ന ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള RSS അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടല്ല നടത്തേണ്ടത്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമരമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം എന്ന് വാദിച്ചിട്ടുള്ള RSSകാർ ഈ 100ാം വാർഷികത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാമ്പും അതുപോലെ തന്നെ നാണയവും. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് തന്നെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പി ജയരാജൻ. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കുക, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇതൊന്നും അവഹേളനമായി തോന്നുന്നില്ല എന്നാണ് ഷാബു പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയോട്, രാഷ്ട്രപിതാവിനോട് ഒക്കെ കാണിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള കാര്യമാണെന്നും ചരിത്രത്തെ എങ്ങനെയാണ് മാറ്റി നിശ്ചയിച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെയുമൊക്കെ ഉദാഹരണമായി വ്യക്തമായി കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയല്ലേ? അത് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ഡോക്ടർ ലാൽ, ഇതിലൊരു പ്രശ്നമുള്ളത്, RSS എന്നാണ് മഹാത്മാഗാന്ധിയെ ചൊല്ലി അഭിമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ ആദരിച്ചിട്ടുള്ളത്? ഇത് ആദ്യമൊന്നും അല്ലല്ലോ അദ്ദേഹത്തെ അപമാനിക്കുന്നതും അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതും ഒക്കെ. ഈ ഹിന്ദു വിശ്വാസത്തിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതും ഇതേ ഹിന്ദു തീവ്രവാദത്തിന്റെ പേരിലാണല്ലോ. RSS ഇപ്പോഴും പിന്തുടരുന്നത് അതേ തീവ്രവാദമാണ്. ഞങ്ങളല്ല നിറയൊഴിച്ചത്, RSSകാരനല്ല നാഥുറാം വിനായക് ഗോഡ്സെ എന്നൊക്കെ പറയാം. വാദത്തിന് വേണ്ടി അദ്ദേഹം ഒരുപക്ഷെ RSS പുറത്താക്കിയ ആളാകാം, അല്ലെങ്കിൽ RSSൽ ആ സമയത്ത് RSSൽ പെട്ട ആളല്ലായിരിക്കാം, വേറെ ഏതെങ്കിലും ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ ഭാഗമായിരുന്നിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആശയം ഹിന്ദുത്വ തീവ്രവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ RSS എന്തെങ്കിലും മഹത്വവൽക്കരിക്കുമെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹമാണ് രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു ആദരവോ ബഹുമാനമോ അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ലേ പ്രശ്നം. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന കക്ഷി ഇപ്പൊ ഒരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് പോലെ ഇപ്പൊ RSSന്റെ 100ാം വാർഷികവും മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും ഈ ഗാന്ധി ജയന്തിയും ഏതാണ്ട് തലേന്നും പിറ്റേന്നുമായിട്ട് വന്നു. ആ 100ാം വാർഷികത്തിന്റെ അന്ന് അവർ 2 സ്റ്റാമ്പുകൾ പുറത്തിറക്കുന്നു. ആ സ്റ്റാമ്പിൽ ഒന്നില് നേരത്തെ ശ്രീ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ അതിലൊന്നിൽ RSS പ്രവർത്തകർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. മറ്റൊന്ന് ഒരു നാണയവും പുറത്തിറക്കിയിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ സ്തുതിക്കാനോ പുകഴ്ത്താനോ ഒന്നും അല്ല. വാസ്തവത്തിൽ തങ്ങൾക്ക് പങ്കില്ലാത്ത, തങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യാത്ത, തങ്ങൾ മാറി നിന്ന് കാഴ്ചക്കാരായി മാത്രം നിന്ന, ഇടയ്ക്കെങ്കിലും പല ഘട്ടത്തിലും ഒറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ താഴ്ത്തിക്കെട്ടാനോ അതിന്റെ ശക്തി തീവ്രത നഷ്ടപ്പെടുത്താനോ കുറയ്ക്കാനോ ഒക്കെ ശ്രമിച്ച ഒരു സംഘടന ഇപ്പോ അന്ന് ചെയ്തു പോയത് ഒരു അപരാധമാണെന്നും അത് പിൽക്കാലത്ത് ഇന്നിപ്പോ ഈ അധികാരത്തിലിരിക്കുമ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞ ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധിയിൽ നിന്നോ, പട്ടേലിൽ നിന്നോ, ജവഹർലാൽ നെഹ്റുവിൽ നിന്നോ, അല്ലെങ്കിൽ അസംഖ്യം വരുന്ന അക്കാലത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നോ, അന്ന് കോൺഗ്രസുമായി ചേർന്ന് നിന്ന് ആ സമരമുഖത്ത് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരും ഒരു ഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ ആയിട്ട് വിട്ടുനിന്നു.
ആ റഷ്യൻ അന്നത്തെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ആ ഒരു നിലപാട് മാറ്റത്തിൽ റഷ്യയോടൊപ്പം നിന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ റഷ്യൻ നിലപാട് ശരിയെന്നുള്ള പേരിൽ ബ്രിട്ടനുമായിട്ട് ആ ഒരു പ്രത്യേക ഘട്ടത്തിലെങ്കിലും സ്വാതന്ത്ര്യ സമരമായിട്ട് മാറി നിന്ന ഒരു ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധിയെ വേറെ ചില പേരുകളൊക്കെ വിളിച്ച് സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കി എന്നൊക്കെ വിളിച്ച ചരിത്രമൊക്കെ ഇല്ല, അതും മറന്നു പോകരുത്. അങ്ങനെയും ചില സംഭവമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അത് യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല, സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി വേണം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് ആ സ്വാതന്ത്ര്യ ലബ്ധിയുടെ ദിവസങ്ങളിൽ അതിനെ അംഗീകരിക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിച്ച് ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ സായുധ സമരം വേണമെന്ന രണദീപ തീസിസ് ഒക്കെ അവതരിപ്പിച്ചതും ഡോക്ടർ ലാലെ. അങ്ങനെ മറന്നു പോകാൻ ശ്രീ ജോർജ് പൊടിപ്പാറ ആ കാര്യത്തിൽ ഞാൻ അത് ശ്രീ പി ജയരാജൻ മറുപടി പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ എനിക്ക് താങ്കളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ RSSന്റെ ചരിത്രപരമായ നിലപാടുകൾക്കെതിരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ച ആർജവം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഒരു പ്രസ്താവനയിൽ ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യമായിരുന്നോ ഉണ്ടായിരുന്നത്? രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ ഒന്നും ഈ പിണറായി വിജയൻ പോലും, അല്ലെങ്കിൽ ശ്രീ MA ബേബി ഒക്കെ ഇന്ന് അവരുടെയൊക്കെ ട്വിറ്ററിലൊക്കെ ഇന്ന് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു രണ്ട് വാക്ക് പറയാൻ പോലും പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണഗതിയിൽ രണ്ട് രീതിയിൽ ഒരു പ്രശ്നത്തെ സമീപിക്കും. ഒന്ന്, ഏതെങ്കിലും രീതിയിൽ പറഞ്ഞാൽ തിരുത്തുകയോ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുകയോ ചരിത്ര സത്യങ്ങളോട് നീതി പുലർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയോടാണ്, അല്ലെങ്കിൽ ഒരു സർക്കാരിനോടാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ഇത് 101 ആവർത്തിച്ചിട്ടുള്ള നുണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു, ഹെഡ്ഗേവാറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗോൾവാൾക്കറും ഒക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് ഇന്ത്യ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ അവർ അവകാശപ്പെടുന്നത് നേരെ മറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്ര പുസ്തകത്തിൽ അതുണ്ട്, അതുകൊണ്ട് അത് വിമർശിക്കേണ്ടതോ അത് പ്രതിഷേധിക്കേണ്ടതോ അല്ല എന്ന് കോൺഗ്രസ് കാണുന്നതാണോ? അതുകൊണ്ടാണോ ഇങ്ങനെ പ്രതികരിക്കാത്തത്? അങ്ങനെ അല്ല ഡോക്ടർ. അല്ല അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഇതിനു മുമ്പും ഈ കാര്യങ്ങളിൽ RSSന്റെ നിലപാടുകളെ എന്നു മുതലേ എതിർത്ത് തുടങ്ങിയതാണ്. ഒരു ഘട്ടത്തിൽ RSSന്റെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണല്ലോ RSS 1940 ആ കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടത്. ഇപ്പോ ഷാബു പ്രസാദിന്റെ സുഹൃത്ത് ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ ആ നിരോധനം പിൻവലിച്ചത് എന്നുള്ള ചോദ്യമാണല്ലോ അദ്ദേഹം ഉയർത്തിയത്. അങ്ങനെ ഒരു രാജ്യവിരുദ്ധ സംഘടനയാണെങ്കിൽ നിങ്ങൾക്ക് ആ നിരോധനം അങ്ങ് നീട്ടിക്കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നൊക്കെയാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല. എല്ലാ സംഘടനകളെ എല്ലാ കാലത്തും നിരോധിക്കുന്ന, ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, അതില്ലാതാക്കുന്ന ഒരു സമീപനമല്ല കോൺഗ്രസ് ചെയ്തിരുന്നത്. അത് നിങ്ങളുടെ സമീപനമാണ്. ഇപ്പോഴത്തെ BJP സർക്കാരിന്റെ ഒക്കെ സമീപനമാണ്. ജനാധിപത്യം ഞങ്ങൾ പറയുന്നത്. അതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ കോൺഗ്രസ് നിരോധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസ് അങ്ങനെ തുടർന്നോട്ടെ, കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ എന്ന് കേന്ദ്ര സർക്കാരിനും തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലാല് ഈ പിണറായി വിജയൻ അതിനെ അപലപിച്ചു, അല്ലെങ്കിൽ MA ബേബി അതിനെ അപലപിച്ചു എന്ന പേരില് കോൺഗ്രസ്സുകാർ അതേ നാണയത്തിൽ ആ തീവ്രതയിൽ അപലപിച്ചില്ല എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇവരെ അപലപിച്ചിട്ടോ ഇവരോട് പ്രതിഷേധിച്ചിട്ടോ ഇവരുടെ ജാതിയാലുള്ള സ്വഭാവം തുത്താ പോകില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ ഒരിക്കലും അത് വളരെ കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ വരാം ശ്രീ ജോർജ് പറ. അതിന്റെ കാര്യത്തിൽ എനിക്ക് P ജയരാജനിൽ നിന്ന് ഒരു മറുപടി കിട്ടിയിട്ടാണ് ഷാബു പ്രസാദിലേക്ക് പോകേണ്ടത്. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. P ജയരാജൻ, നോക്കൂ, ഈ കോൺഗ്രസ്സിന് ഇതുകൊണ്ടൊന്നും BJPയെ നന്നാക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല. BJP ഇതൊക്കെ പറയുന്നത് നാട്ടുകാർക്കൊക്കെ അറിയാം, അതുകൊണ്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതുപോലെയാണ് ജോർജ് പൊടിപ്പാറ പറയുന്നത്. ശരിക്കും ഭയം കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് പോലെയല്ലേ ഇത് കാണേണ്ടത്? അല്ല, അത് ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പേ ലാൽ ഒരു കാര്യം കൂടി, അതായത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ഇന്നലെ തന്നെ ഈ സ്റ്റാമ്പ് ഇറക്കിയത് സംബന്ധിച്ചും നാണയം ഇറക്കിയത് സംബന്ധിച്ചും അത് ഭരണഘടനയെ അവഹേളിക്കലാണെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഇന്ന് കൃത്യമായിട്ട് അതേ സംബന്ധിച്ചുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്ന സമീപനം ജോർജ് പൊടിപ്പാറ ഇവിടെ വളരെ ഭംഗിയായിട്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതല്ലേ? രാജ്യസ്നേഹികൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാപനത്തിന് വളരെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയെ അവഹേളിക്കുക എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുക. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് RSSകാർ. അവർ
ഇന്ന് ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം അവർ അധികാരത്തിലിരിക്കുന്നു. അവർ ഗാന്ധിയെയും രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രതികരിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ സമീപനത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഗോൾവാൾക്കറുടെ ഒരു പുസ്തകമുണ്ടല്ലോ, 1939 പുറത്തു വന്ന അവർ നേഷൻഹുഡ് ഡിഫൈൻ എന്ന് പറയുന്ന പുസ്തകം, വിചാരധാര, ആമുഖം എഴുതിയത്, ഇതിന് മുഖപുര എഴുതിയത് മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവ് ആനയാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് RSSനോടുള്ള മൃദുത്വ നിലപാട്. പിൽക്കാലത്തും അത് തുടർന്നിട്ടുണ്ട്. കേരളത്തിൽ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ BS മുഞ്ചയാണ്. RSSന് താത്വിക അടിസ്ഥാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇറ്റലിയിൽ പോയി മുസോളിനിയുമായിട്ടും അവിടുത്തെ വ്യായാമ പ്രസ്ഥാനം ബാലില മൂവ്മെൻറ്റുമായിട്ടുമൊക്കെ സംവദിച്ചിട്ടുള്ള മുഞ്ചെ കേരളത്തിൽ വരുമ്പോൾ ആ സഭാ സമ്മേളനത്തിന് കേരളത്തിലെ വലതുപക്ഷ കോൺഗ്രസ്സുകാരാണ് ആതിഥ്യമരുളിയത്. എല്ലാ സഹായവും ചെയ്തത് കേരളത്തിലെ വലതുപക്ഷ കോൺഗ്രസ്സുകാരാണ്. പിൽക്കാലത്ത് ഇപ്പോൾ സമീപകാലത്താണെങ്കിൽ നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി വന്നല്ലോ. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഹിന്ദു ആരാധനാലയങ്ങളുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റോ മന്ത്രിയോ MLAയോ പ്രധാനമന്ത്രിയോ ആണോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് മോദി പ്രധാനമന്ത്രി കസേര എഴുന്നേറ്റ് അയോധ്യയിൽ പോയിട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിച്ചല്ലോ. ആ ചടങ്ങിലേക്ക് CPMൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിച്ചു, കോൺഗ്രസിനെയും ക്ഷണിച്ചു. ഹർജിപ്പുറത്ത് തന്നെ CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മറുപടി കൊടുത്തു. കോൺഗ്രസ് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ അതാണ് കോൺഗ്രസ്. അതായത് രാജ്യത്ത് ഭരണഘടനയെ തന്നെ തകർക്കുന്നൊരു ശക്തി ഭീഷണമായിട്ടുള്ളൊരു വെല്ലുവിളി ഉയർത്തുന്നു. ആ സാഹചര്യത്തിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കേണ്ട കോൺഗ്രസ് അക്കാര്യത്തിൽ മൃദുത്വ നിലപാട് അതിൻ്റെ ചരിത്രത്തിലുടനീളം സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച ചരിത്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസിൻ്റെ ഈ മൃദുത്വ നിലപാട്, ഒന്നും പ്രതികരിക്കാത്ത നിലപാട്. അതിനെപ്പറ്റി ജോർജ് പൊടിപാറ പറയുന്നത് അത് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നതാണ്. പിന്നെ എന്തിനാണ് ഈ വോട്ടർ പട്ടികയിലെ വോട്ടർ അധികാര യാത്ര 65 ലക്ഷം ബീഹാറിലെ വോട്ടർമാരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വോട്ടർ പട്ടികയ്ക്കെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടിനെതിരായിട്ട് പ്രതിഷേധ പ്രസ്ഥാനം നടത്തിയല്ലോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം. CPM അതിൽ ഭാഗവാക്കായിട്ടുണ്ട്. അത്തരം പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ, പ്രക്ഷോഭങ്ങൾ എന്തിനാണ് പിന്നെ നടത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ RSSനെ ആക്രമിക്കേണ്ട ഘട്ടങ്ങളിൽ, RSSനെ ആശയപരമായിട്ട് തുറന്നു കാട്ടേണ്ട ഘട്ടങ്ങളിൽ അതൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് കാണിക്കുന്ന ഈ മൃദുത്വ നിലപാട് തീർച്ചയായിട്ടും ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ CPMന് വിട്ടുവീഴ്ച കൂടാതെ RSSനെ തുറന്നു കാണിക്കുന്ന നിലപാടാണുള്ളത്. ഈ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളം RSS നടത്തുന്ന പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും CPIM പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ട്, മൃദു സമീപനം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും പറഞ്ഞ് ഫലിപ്പിച്ച് എടുക്കാം എന്നൊരു തോന്നൽ കൊണ്ടാണോ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ എന്തു പങ്കാണ് എന്നെങ്കിലും നാട്ടുകാരോട് ഈ സ്റ്റാമ്പൊക്കെ ഇറക്കിയ സ്ഥിതിക്കെങ്കിലും പറയണ്ടേ? സ്റ്റാമ്പിൽ തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രമൊക്കെ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ RSS എന്താണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്തത് എന്ന് ചരിത്രത്തിൻ്റെ രേഖകളുടെ ഒരു പിൻബലത്തോടു കൂടി താങ്കൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? എനിക്കിവിടെ നിങ്ങൾ 3 പേരോടാണ് ഒരേ സമയം മറുപടി പറയേണ്ടത്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കയറി അലമ്പാക്കുകയാണെങ്കിൽ ഞാൻ പരിപാടി നിർത്തിയിട്ട് പോകും. അതായത് നിങ്ങൾക്ക് വെറുതെ വന്ന് മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ആദ്യം പറയുകയാണ്. ഇനി ഞാൻ ശ്രീ ജയരാജനെ 1-2 പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ച 1-2 മുദ്രാവാക്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നേതാവ് വല്ലിച്ചെറ്റ ജപ്പാൻകാരുടെ കാൽനക്കി. ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരെ ഈ കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യമാണ്, ചെറുകാട് എഴുതിയ മുദ്രാവാക്യം. ആരാണ് ഈ ഗാന്ധി, ഇന്ത്യയെ മാന്തി പുണ്ണാക്കി. ഗാന്ധി എന്നും വിളിക്കില്ല, കോന്തി എന്നും വിളിക്കില്ല, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കും. കമ്മ്യൂണിസ്റ്റുകാരന്റെ മുദ്രാവാക്യം. ഇവിടെ വന്നിരുന്ന ഗാന്ധിജി പ്രേമം വിളമ്പ്. പിന്നെ 4 കവിത എഴുതിയാൽ കുഴപ്പമില്ലായിരുന്നു, തോക്കെടുത്ത് വെടിവെച്ചതാണ് പ്രശ്നം. ശരി അവിടെ നിൽക്കേ. ഇനി മറ്റൊന്ന്, ഇവിടെ ഈ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പൊടിപാറ സാറിനോട് പറയുകയാണ്. അദ്ദേഹം കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ചരിത്ര ബോധ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. 1963
റിപ്പബ്ലിക് ഡേ പരേഡിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു RSSനെ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ അങ്ങനെ പങ്കെടുത്ത റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത ചിത്രമാണ് ആ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയാവോ? ചൈന യുദ്ധത്തില് ഇന്ത്യയെ ചൈനയ്ക്ക് ഒറ്റുകൊടുത്തതിന് 2 തവണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിരോധിക്കപ്പെട്ടത്. സ്വതന്ത്ര ഭാരതത്തിൽ 1948 ഇവിടെ ഇവിടെ സായുധ സമരം ഉണ്ടാക്കാൻ നിന്നതിന്. രണ്ടാമത് 1962 യുദ്ധത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയെ ഒറ്റിക്കൊടുത്തതിന്. RSSന്റെ പങ്കെന്തായിരുന്നു സാർ? RSS വർഗീയവാദി, ഭീകരവാദി, ഫാസിസ്റ്റ് കുന്തക്കുടച്ചക്രമാണ്. അതങ്ങനെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ ആണെങ്കിൽ സ്റ്റാമ്പ് ഇറക്കും, 100 രൂപയുടെ നാണയം ഇറക്കും. അതാണ് അത് സൗകര്യമാണ്. ഇവിടുത്തെ ഈ ജനങ്ങൾ അംഗീകരിച്ച ഒരു സർക്കാർ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അതാണ്. അപ്പൊ ഇത് ചർച്ചയുടെ തന്നെ ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്തും പ്രധാനമന്ത്രി എന്ത് തോന്നിവാസവും കാണിക്കും, ഭരണഘടനയെ അവഹേളിക്കും, രാഷ്ട്രപിതാവിനെ അവഹേളിക്കും. ഭരണഘടനയൊന്നും പ്രശ്നമല്ല. അല്ല, എനിക്ക് ഇനിയും പറയാനുണ്ട്. RSS എന്നെങ്കിലും ഗാന്ധിജിയെ അംഗീകരിച്ചിരുന്നു. ഭരണഘടനയും രാഷ്ട്രപിതാവും പ്രശ്നമല്ല. 1960 മുതലേ ഇവിടെ ഈ RSSന്റെ സംഘപ്രാർത്ഥന പോലെ തന്നെ RSSന്റെ ഏകാത്മതാ സ്തോത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എല്ലാ RSSകാരും പതിവായി ചൊല്ലുന്ന ഒരു സ്തോത്രത്തിന്റെ 27ാമത്തെ ശ്ലോകത്തില് എന്നും ഉള്ളതാണ്, എന്നും നിത്യേന ചൊല്ലുന്നതാണ്. തിലകോ ഗാന്ധിരാവൃത രമണോ മാലവീയശ്ച തിലകോ ഗാന്ധിരാവൃത. ഈ രാജ്യത്തിലെ മഹാപുരുഷന്മാരെ മുഴുവൻ സ്മരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നിത്യചര്യ എന്നോണം RSSന്റെ പ്രവർത്തകർ RSSന്റെ ക്യാമ്പുകൾ എന്ത് കാര്യത്തിന് ഈ സ്വാതന്ത്ര്യ സമരം ഇവിടെ നടക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ സമരം തന്നെ എന്തിനാണെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല എന്നും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു തരത്തിലുള്ള എതിർപ്പും പ്രതിഷേധങ്ങളും നടത്താൻ ഇവിടെ തയ്യാറായിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനത്തെയാണ് താങ്കൾ ഇപ്പോ ഗാന്ധിജിയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ മുന്നോട്ട് വെക്കുന്നത്. ഇനി മറ്റൊന്ന്, എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തതെന്ന് പറയൂ. RSS ചെയ്തത് എന്താണ്? ഉപ്പ് സത്യാഗ്രഹം നടത്തിയോ? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നോ? അതുപോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒന്ന് പറയൂ. സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത്? ഒന്നും മിണ്ടാതിരിക്കേ. ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പലതിനും ഉത്തരം പറയാനുണ്ട്. അതായത് ഈ എന്തായാലും റെക്കോർഡിക്കലായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഈ ഹിന്ദു മഹാസഭയുടെ അംഗങ്ങളാണ്, ഹിന്ദു മഹാസഭയാണ് ഈ ഗാന്ധി വധം നടപ്പാക്കിയത് എന്നുള്ളത്, അവർ ചെയ്തത് എന്നുള്ളത്. ആ ഹിന്ദു മഹാസഭയുടെ നേതാവിനെ ആ സമയത്തെ പരമോന്നത നേതാവിനെ ആനയിച്ചു കൊണ്ടുപോയി MP ആക്കി പാർലമെന്റിൽ കൊണ്ടുവന്ന വർഗമാണ് നിങ്ങൾ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകനാണ് സോമനാഥ് ചാറ്റർജി. ആ ഹിന്ദു മഹാസഭയുടെ ഗാന്ധി വധം നടക്കുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ പരമോന്നത നേതാവ്, പ്രസിഡന്റ്, ആ മനുഷ്യനെ ആദ്യം ആനയിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ആക്കി. ആ മനുഷ്യൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയിട്ടില്ല, തിരിച്ചു പറഞ്ഞിട്ടുമില്ല. വലിയ വർത്താനൊന്നും പറയരുത് ചരിത്രത്തിനെ പറ്റി പറഞ്ഞാൽ. ഇനി സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യം, സാക്ഷാൽ കേശവ ബലറാം ഹെഡ്ഗേവാർ ഉപ്പ് സത്യാഗ്രഹം, അന്ന് ഉപ്പ് സത്യാഗ്രഹം തീരപ്രദേശങ്ങളിൽ നടക്കുമ്പോൾ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും നിയമതടസ്സം ഉണ്ടായിരുന്നു. അതിന് നാഗ്പൂരിൽ അദ്ദേഹം സർസംഘചാലക പദവി ഒഴിഞ്ഞ് ഇവിടെ ആ വനസത്യാഗ്രഹം നടത്തി 9 മാസം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് സംഘസ്ഥാപകനായിട്ടുള്ള. അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ശരി. പക്ഷെ താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, RSSന്റെ ഭാഗമായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഹെഡ്ഗേവാർ അവിടെ ഈ സമരത്തിൽ പങ്കെടുത്തത്, ഉപ്പ് സത്യാഗ്രഹത്തിൽ RSSകാരനായിട്ട് പങ്കെടുത്ത ഒരാളുടെ പേര് പറയൂ. ഒരു RSSകാരൻ പങ്കെടുത്ത് പറയൂ. താങ്കളല്ലേ പറഞ്ഞത് അത് രാജിവെച്ചിട്ടാണ് പോയത്. RSSൽ നിന്നിട്ടാണെങ്കിൽ പറ്റില്ല എന്ന് താങ്കളല്ലേ പറഞ്ഞത്. അദ്ദേഹം സർസംഘചാലക പദവി ഒഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സംഘടനയുടെ ചുമതല വേറൊരാൾക്ക് കൊടുക്കണം. RSSകാർക്ക് കൃത്യമായി അത് നിലപാടുണ്ടായിരുന്നു. RSSകാർക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ അവർ പങ്കെടുക്കില്ല എന്ന്. അതുപോലെ പല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലും അവർ പങ്കെടുത്തിട്ടില്ല സാർ. ഡോക്ടർ ഹെഡ്ഗേവാർ പിന്നെ ആരായിരുന്നു? ഡോക്ടർ ഹെഡ്ഗേവാർ RSSകാരനായി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ലായിരുന്നു. ആര് പറഞ്ഞു? അദ്ദേഹത്തിന് എന്തിനാണ് പ്രത്യേക അനുമതി? അദ്ദേഹം സർസംഘചാലകനുമാണ്.
100% സ്വയം സേവകനായ RSSകാരനായ ഹെഡ്ഗേവാർ തന്നെ പി ജയരാജൻ ഒറ്റ മിനിറ്റ് പി ജയരാജൻ അതെന്തോ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്താണത്? അതെ അതായത് നിസ്സഹകരണ സമരത്തിൽ ഹെഡ്ഗേവാർ അന്ന് കോൺഗ്രസിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. 1925 RSS രൂപം കൊണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടുണ്ടോ? അതാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. രണ്ടാമത്, അദ്ദേഹം സ്ഥാപക നേതാവാണല്ലോ. ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാപകൻ എന്ന നിലക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ആഹ്വാനം നൽകിയിരുന്നോ? ആ ചോദ്യം അതെ മനസ്സിലായി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടുണ്ട്. RSSകാർക്ക് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നോ എന്നായിരുന്നു ചോദ്യം. ഇല്ല, ഇല്ല, അത് തെറ്റാണ്. RSSകാർക്ക് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ഇല്ലായിരുന്നു. ആര് പറഞ്ഞു? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഏത് ചരിത്ര രേഖയാണ്? പറയൂ. താങ്കൾ ചരിത്ര രേഖ മുന്നോട്ട് ഏത് ചരിത്രമാണ്? ഇപ്പൊ ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങൾക്കറിയാം ഏതെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ആഹ്വാനം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്ത് നിങ്ങളല്ലേ കാണിക്കേണ്ടത്? നിങ്ങളല്ലേ രേഖ കാണിക്കേണ്ടത്? രേഖ എവിടെയെന്ന് ചോദിച്ചാൽ കൈരേഖ കാണിച്ചാൽ മതിയോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾക്കറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരേണ്ടത്, കാണിച്ചു തരേണ്ടത്, താങ്കൾ രേഖ കാണിച്ചു തരേണ്ടത് താങ്കളുടെ ചുമതലയാണ്. താങ്കളുടേതാണ് പ്രസ്ഥാനം. താങ്കളാണ് പറഞ്ഞത് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് താങ്കളാണ് രേഖ കാണിക്കേണ്ടത്. ഞാൻ ഇവിടെ ലൈബ്രറി പുസ്തകം കൊണ്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഒരു ചർച്ചയെ വന്നിരിക്കുന്നത്. ഏത് പുസ്തകം പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. ഇനി നിങ്ങൾക്ക് ഇത് ബോധ്യമാവുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എനിക്ക് സൗകര്യമില്ല പറയാൻ. താങ്കൾക്ക് ഉത്തരവില്ലെങ്കിൽ താങ്കൾക്ക് ഭരണഘടനയുമായിട്ട് ഭരണഘടന ഞങ്ങൾ വകവെക്കില്ല. പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും. ഇതൊക്കെയാണ് മറുപടി. പൊടിവാർ സാറേ, ഇനി പൊടിവാർ സാറിനോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്ത് കാര്യത്തിലാണ്? പൊടിവാർ സാറിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പൊടിവാർ സാർ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. താങ്കൾ രേഖയാണോ നോക്കുന്നത്, എഴുതി വെച്ചതാണോ, എന്താണത്? ഇനി പൊടിവാർ സാറിനോട് പറയാം. ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ആരാന്നറിയോ? സാക്ഷാൽ ഇന്ദിരാഗാന്ധി സവർക്കർ സ്മാരക സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. എനിക്കറിയാം. ആ കാലത്ത് അന്ന് അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കോൺഗ്രസ് ഇങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ചരിത്രപരമായ രീതിയിൽ പലതും വളച്ചൊടിച്ച് ചരിത്രത്തെ അവഹേളിക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനോട് നിശബ്ദത പാലിച്ച് കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി എന്താണ്? ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. വേറൊരു ചോദ്യം ഉണ്ടല്ലേ? അങ്ങനെ ഇന്ദിരാഗാന്ധി സവർക്കറെ സ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് ഇറക്കിയപ്പോൾ നിങ്ങളുടെ കൈ എവിടെ പോയിരിക്കുകയായിരുന്നു? നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. നിങ്ങളുടെ ഈ ആചാര്യന്റെ EMSന്റെ പുസ്തകത്തിൽ സവർക്കറെ സ്തുതിച്ചുകൊണ്ട്, സവർക്കറെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാ നിങ്ങൾക്ക് ഈ സവർക്കർ വിരോധം തുടങ്ങിയത്? EMSന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സവർക്കർ ജയിലിൽ പോയിട്ടുണ്ടല്ലോ. ആന്തമാൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് മാപ്പ് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. അതെ, സവർക്കർ സമരം നടത്തി ജയിലിൽ പോയിട്ടുണ്ട് സാർ. സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സവർക്കർ മാപ്പ് പറഞ്ഞതിനെയാണോ EMS പിന്താങ്ങിയത്? അല്ലല്ലോ. സവർക്കർ മാപ്പ് പറഞ്ഞതിനെ അല്ലല്ലോ EMS പിന്താങ്ങിയത്. EMS സവർക്കർ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന്റെ ആ പുസ്തകത്തിൽ ഒരു പരാമർശമെങ്കിലും ഉണ്ടോ? അതെ, സവർക്കർ മാപ്പ് പറഞ്ഞതിനെ കുറിച്ചല്ല പരാമർശം. അത്രയും താങ്കൾ സമ്മതിച്ചല്ലോ. ശരി, ഞാൻ വരാം. മാപ്പ് പറഞ്ഞിട്ടുണ്ടോ സാബു? മാപ്പ് പറഞ്ഞിട്ടുണ്ടോന്നാണ് ശ്രീ ജയരാജൻ ചോദിക്കുന്നത്. മാപ്പ് പറഞ്ഞിരുന്നോ? ജയിൽ മോചിതനാകാൻ വേണ്ടി ജാമ്യ ഹർജി കൊടുക്കുമ്പോൾ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്.
ആ ജാമ്യ വ്യവസ്ഥകൾ അങ്ങനെ കൊടുക്കുന്ന സാധനമേ ഉള്ളൂ. അത് ഗാന്ധിജിയും കൊടുത്തിട്ടുണ്ട്, നെഹ്റുവും കൊടുത്തിട്ടുണ്ട്, ആ ജയിലിൽ കിടന്നവരെല്ലാവരും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ജീവപര്യന്തം 10-20 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട നെഹ്റുവും ഗാന്ധിജിയും പുറത്തിറങ്ങാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് മാപ്പെഴുതി കൊടുത്താൽ മാത്രമാണ്. എങ്കിൽ ആ മാപ്പെഴുതി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരക്ഷരം മിണ്ടാതെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാതെ ഒരക്ഷരം ബ്രിട്ടീഷുകാർക്കെതിരെ പറയാതെ വായടച്ചു വെച്ച് മിണ്ടാതെ ഇരുന്നു. നേതാവിനെ നിങ്ങൾ എന്തിനും ആനയിച്ചു കൊണ്ടുവന്ന MP ആക്കി? ഗാന്ധി ഘാതകരുടെ പരമോന്നത നേതാവിനെ MP ആക്കി. ശരി, ജോർജ് പൊടിപ്പാറ, അപ്പൊ ഇതാണ് കാര്യം. നോക്കൂ ജോർജ് പൊടിപ്പാറ, താങ്കൾക്ക് മറുപടി പറയേണ്ടത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺഗ്രസ് എന്താണ് കാലാകാലങ്ങളിലായി ഈ വർഗീയ പ്രസ്ഥാനത്തോട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്, ആ വർഗീയതയോട് ഒരു സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ നേതാക്കളുടെ ലിസ്റ്റാണിത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ ഒന്നും പഴയ ലിസ്റ്റ് എടുക്കാനല്ല ശ്രമിച്ചത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ RSS ഈ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടുന്നില്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നും മിണ്ടുന്നില്ല, സോണിയാഗാന്ധി ഒന്നും മിണ്ടുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ മിണ്ടുന്നുണ്ട്. പഴയ ചരിത്രം താങ്കൾ അത് എടുത്തു വെച്ച് ഇതിനെ മറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇന്നത്തെ ഈ കാര്യം പറയേണ്ടതിന് പകരം താങ്കൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിന് വേണ്ടി താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസ്സുകാർ ഈ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയൊക്കെയാണ് ആരോപണങ്ങളിലൂടെ മൂടുന്നത് എന്ന് താങ്കൾ കാണുന്നുണ്ടല്ലോ. ഇതിന് അർഹതയുണ്ടോ അവർക്ക്? ഡോക്ടർ ലാൽ, താങ്കൾക്ക് ഈ RSS ചെയ്തതിനെ വിമർശിക്കുക, അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലാക്കുന്ന എന്തിനാണ്? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പറഞ്ഞ RSS ആണെന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി RSS കാരനായിരുന്നു. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ദാദാഭായ് നവറോജി, ഈ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാപുരുഷന്മാര് അല്ലെങ്കിൽ മനുഷ്യരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. ആ കൂട്ടത്തിൽ അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുണ്ടായിരുന്നു. ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ ഈ RSS ചെയ്യുന്ന തോന്നിവാസത്തിനെല്ലാം നിങ്ങൾ കോൺഗ്രസിന്റെ അക്കൗണ്ടിലാക്കുന്നതിനാ ഡോക്ടർ ലാൽ? നിങ്ങൾക്ക് കേരളത്തിലെ സംഘടിത രാഷ്ട്രീയത്തിന് വേണ്ടി കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ അടിച്ചേ തീരൂ എന്ന വാശി കൊണ്ട് അങ്ങനെയല്ല ശ്രീ ജോർജ് പൊടിപ്പാറ, ഒറ്റ മിനിറ്റ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ പറയുന്ന BJPയോട് സമരസപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ അവർ നടത്തുന്ന ആരോപണത്തിനൊപ്പം നിന്ന് ജമാഅത്തേക്ക് പിന്താങ്ങി കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് താങ്കൾ ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. അല്ല ഡോക്ടർ ലാൽ, താങ്കൾ ഇടപെടാതിരിക്കൂ പ്ലീസ്. താങ്കളും P. ജയരാജൻ സഖാവും ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു 50% മേധാവിത്വം ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടപെടരുത് പ്ലീസ്. ഞാൻ ചോദിക്കുക മാത്രമാണ്. ചോദ്യമായിരിക്കണം. ചോദിക്കേണ്ട സമയത്താണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം ഞാൻ പറയുന്ന പോയിന്റ് ഇല്ല. CPM വിരുദ്ധതയിൽ ഒരു യോജിപ്പുമില്ല എനിക്ക്. RSSുമായിട്ട് ഒരിക്കലും സമരസപ്പെടാത്ത, RSSന്റെ ലക്ഷ്യങ്ങളുമായിട്ട് ഒരിക്കലും എന്താ പറയാ ഒരു ഘട്ടത്തിൽ പോലും ഒരു മമതയും തോന്നാത്ത, ഹൃദയത്തിലോ ആത്മാവിലോ ഒരിടത്തും ആ ഒരു വർഗീയതയുടെ ഒരു ഇതുപോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. RSSന് വേണ്ടി അക്കാലത്ത് പിടിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ RSSനെ ചാരി, പോത്തിനെ ചാരി എരുമയെ തല്ലുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ CPMന്റെ. നിങ്ങൾക്ക് ആരോടാണ് മുഖ്യ വിരോധം? നിങ്ങൾ ആരെയാണ് മുഖ്യ ശത്രുവായി കാണുന്നത്? കോൺഗ്രസിനെയാണോ അതോ RSSനെയാണോ? നിങ്ങൾക്ക് ഇപ്പോഴും RSS ഇപ്പൊ ചെയ്യുന്ന തോന്നിവാസത്തിന് കോൺഗ്രസിൽ എന്തിനാ അടിക്കുന്നത്? ഇന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഉണ്ട്. CPMന്റെ പോസ്റ്റുകളൊക്കെ ഉണ്ട്, CPM നേതാക്കളുടെ ഒക്കെ. എല്ലാവരും ചെറിയ CPM നേതാവാണെങ്കിൽ പോലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ പോസ്റ്റുകൾ എവിടെയുണ്ട് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാൻ? വർഗീയ വിഷം തുപ്പുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ തോളെ കയറ്റിക്കൊണ്ട് നടക്കുക, കൈപിടിച്ചുകൊണ്ട് നടക്കുക. എന്താണ് ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ ഇത് ചോദിക്കുമ്പോൾ താങ്കൾ വേറെ എവിടെയൊക്കെയാണ് പോകുന്നത്? പറഞ്ഞ് നിങ്ങൾ എന്തൊരു ആഹ്ലാദമാണ്, നിങ്ങൾ അഭിരമിക്കുകയാണ്, നിങ്ങൾ ഉന്മാദം കൊള്ളുകയാണ്. ഞങ്ങൾ 3-ാം ഊഴം ഉറപ്പാക്കി എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും ഒരു സാമുദായിക വികാരം ഇല്ലാത്തവരാ. ഈ ഗാന്ധിജിയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, ഇന്ന് രാഹുൽ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന സ്റ്റാമ്പിനെതിരെയോ ഈ പറയുന്ന 100 രൂപയുടെ നാണയത്തിനെതിരെയോ എന്തെങ്കിലും ഒരു വാക്ക് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തോ?
എന്നാണ് സുഹൃത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ രീതിയിലൊക്കെ ഈ പറഞ്ഞ വിരോധമൊക്കെ തോന്നി തുടങ്ങിയിട്ടുള്ളത്? നിങ്ങൾ എന്നാണ്, നിങ്ങൾക്ക് എന്നാണ് ഈ RSS വിരോധമൊക്കെ ഇപ്പൊ ഇത്രയും ശക്തമായിട്ട് വന്നു തുടങ്ങിയത്? ഞാനിപ്പോ നിങ്ങൾ സഖ്യം ചേർന്നിട്ടുണ്ടെന്നോ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ടെന്നോ ഒരുമിച്ച് മത്സരിച്ച് ഈ വക ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് നാണം കെട്ട അധ്യായങ്ങളുണ്ട്. മറക്കാൻ ഇഷ്ടപ്പെടുന്ന, ഓർമ്മിക്കാൻ ഒരിക്കലും അഭിമാനപൂർവ്വം ഓർക്കാൻ കഴിയാത്ത ഒരുപാട് അരിഷ്ടതകള് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും. അങ്ങനെയുണ്ടോ ശ്രീ ജയരാജൻ? അങ്ങനെയുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അംഗീകരിക്കാത്തവരല്ലേ? ഇവിടെ ഈ നമ്മൾ അതെ ഞാൻ പിന്നെ പൊടിപ്പാറക്ക് ആദ്യം മറുപടി പറയാം. ഒന്ന്, ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ പൊടിപ്പാറയെ നമ്മൾ സംസാരിക്കുന്നത്. 1940 സെപ്റ്റംബർ 15 തലശ്ശേരി ജവഹർഘട്ടിൽ 2 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർ, രക്തസാക്ഷികളായവർ. ഒന്ന് അബുമാസും, രണ്ടാമത് ചാത്തുകുട്ടിയും. അവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ്. 40 സെപ്റ്റംബർ 15 ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ആഹ്വാനമനുസരിച്ച് സാമ്രാജ്യ വിരുദ്ധ ദിനത്തിന് ഒത്തുചേർന്ന ജനക്കൂട്ടത്തെ വെടിവെച്ച് പിരിച്ചുവിടാൻ ബ്രിട്ടീഷുകാർ തയ്യാറായപ്പോൾ അതിനു മുമ്പിൽ നെഞ്ഞുവിരുത്ത് പോരാടിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കയ്യൂർ സമരസേനാനികളിൽ നാനാജാതി മതസ്ഥന്മാരുണ്ടല്ലോ, അവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ബ്രിട്ടീഷുകാരാണ് തൂക്കിക്കൊന്നത്. അങ്ങനെ എത്രയെത്ര സമരങ്ങൾ. ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ ഷാബു പറഞ്ഞ ചില കാര്യങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് ലാൽ. ഇവിടെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഗാന്ധിക്കെതിരായിട്ട് വിമർശനം ഉന്നയിച്ചു, മുദ്രാവാക്യം ഉയർത്തി. തീർച്ചയായിട്ടും ഗാന്ധിയോട് ഞങ്ങൾക്ക് മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാത്മാഗാന്ധി രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി നാനാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ ഒന്നിപ്പിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നു. 1920 മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. അത് പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഐത്തോച്ചാടനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ സനാതനികൾ എന്ന പേരിലാണ് ഇന്നത്തെ RSSൻ്റെ അന്നത്തെ തലമുറക്കാർ പ്രതിഷേധിച്ചത്. കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരാണിപ്പോൾ ഗാന്ധിയെ ആദരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഇവിടെ ഷാബു പറയുന്നത് ഞങ്ങളുടെ RSSൻ്റെ ശാഖകളിലൊക്കെ ഗാന്ധിയെ ഞങ്ങൾ ആദരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഫാസിസ്റ്റുകൾ എല്ലായിടത്തും നടത്തുന്ന നുണപ്രചരണത്തിൻ്റെ ഒരു സാമ്പിളാണ്. ആ നുണയുടെ അദ്ദേഹവും ഇവിടെ ആവർത്തിക്കുകയാണ്. 1963 CPM-നെ നിരോധിച്ചു. CPM-നെ നിരോധിച്ചിട്ടില്ല. ഇന്ത്യ ചൈന യുദ്ധം സംബന്ധിച്ച് CPM കൈക്കൊണ്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കന്മാരെ അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം ജയിലിൽ അടച്ചിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറഞ്ഞത് എന്താ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം, അതിർത്തി തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ്റും മറിച്ചൊരു നിലപാടല്ലല്ലോ സ്വീകരിക്കുന്നത്. കോൺഗ്രസിനും മറിച്ചൊരു നിലപാടല്ല പിന്നീട് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് CPM-നെ 63 നിരോധിച്ചു എന്നുള്ള നുണ ഇനിയെങ്കിലും പറയാതിരിക്കാൻ ഷാബു പരിശ്രമിക്കണം എന്നതാണ് പറയാനുള്ളത്. പിന്നെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സവർക്കർ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ആളാണല്ലോ. RSSൻ്റെ ഈ സായുധ അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള RSSനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണല്ലോ സവർക്കർ. ആ സവർക്കർ ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആന്തമാനിലെ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ അടച്ചുകൊണ്ട് അദ്ദേഹം ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇതാ എൻ്റെ കൈവശമുണ്ട്, അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ രേഖ എൻ്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് സർക്കാരിൻ്റെ ശക്തനായ വക്താവായി ഞാൻ മാറുകയും ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയോട് പരിപൂർണമായ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. കൂടാതെ എൻ്റെ പരിവർത്തനം ഒരിക്കൽ എന്നെ മാർഗദർശകനായി കണ്ട ഇന്ത്യയിലും വിദേശത്തുമുള്ള തെറ്റായി നയിക്കപ്പെടുന്ന അനേകം യുവാക്കളെ ബ്രിട്ടീഷ് അനുകൂല നിലപാടിലേക്ക് മടക്കിക്കൊണ്ടുവരും. എൻ്റെ മനംമാറ്റം മനസാക്ഷിയുടെ പ്രേരണയാൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാവി പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനാൽ സർക്കാരിൻ്റെ ഇഷ്ടമനുസരിച്ച് സർക്കാരിനെ ഏത് വിധത്തിൽ സേവിക്കുന്നതിനും
ആര് ബ്രിട്ടീഷ് ഗവൺമെൻറ് സേവിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുകയാണ്. ആര്? RSSന്റെ ഇഷ്ട നേതാവായിട്ടുള്ള സവർക്കർ. ഞാൻ തയ്യാറാണ്, എന്നെ ജയിലിലടച്ചാലുള്ള മെച്ചത്തേക്കാളും അധികമായിരിക്കും അത് എന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള സവർക്കറെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ താഴത്താക്കിയിട്ട് സവർക്കറുടെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ നിങ്ങൾ രാജ്യദ്രോഹികളാണ്. ഈ രാജ്യത്തോട് നിങ്ങൾക്ക് കൂറില്ലാത്തവരാണ്. സ്വതന്ത്ര ഇന്ത്യയോട് ആത്മാർത്ഥമായിട്ടുള്ള കൂറില്ലാത്ത പ്രസ്ഥാനമാണ് RSS. ആ RSS ഇപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി മോദി. ആ മോദി RSSനെ വെള്ളപൂശുന്നു. എന്നിട്ട് പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന പ്രസ്ഥാനമാണ് RSS. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രക്തപങ്കിലമായിട്ടുള്ള അനുഭവം സമ്മാനിച്ച ഒരു ശക്തിയാണ് RSS. മഹാത്മാഗാന്ധി നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, RSSൻ്റെ കൈകളുണ്ട് വർഗീയ കലാപങ്ങളിൽ. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അവ പറഞ്ഞു ഞങ്ങൾക്കങ്ങനെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതൊരു പരസ്യ പ്രസ്താവനയായിട്ട് നടത്തൂ എന്ന് ഗോൾവാൾക്കറോട് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയോട് പരിഹാസപൂർവ്വം പറഞ്ഞത് ഞങ്ങളങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നില്ല, നിങ്ങൾ ഇറക്കിയാൽ മതി എന്നാണ് മഹാത്മാഗാന്ധിയോട്. അപ്പോൾ ആ തരത്തിൽ മഹാത്മാഗാന്ധി അവഹേളിക്കുക മാത്രമല്ല, പിന്നീട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിലേക്ക് സാഹചര്യം എത്തിക്കുന്നതിൽ RSS വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു സവർക്കർ. ആ സവർക്കറെക്കുറിച്ച് പിന്നീട് ജെ.എൽ. കപൂർ കമ്മീഷൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് RSSൻ്റെ പങ്കാളിത്തം. അപ്പോൾ അതൊന്നും മൂടി വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ചരിത്രത്തിൽ അത് തീർച്ചയായിട്ടും അത് പുറത്തു വരും. ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അതിനെ ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും ഗാന്ധി സ്മൃതിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു അജണ്ട തന്നെ ആയിരുന്നോ ഈ ദിവസം ഇങ്ങനെ തിരഞ്ഞെടുത്തത് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഷാബു പ്രസാദ്, നോക്കൂ, ചരിത്ര രേഖകളൊന്നും തന്നെ ഇല്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റും മുന്നോട്ട് വെക്കാനില്ല. ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ പറയുന്നത് തോന്നിയ പോലെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നത്. ഇത് ശരിക്കും ഗാന്ധിയെ പുകഴ്ത്തുന്നതാണെന്നാണ് താങ്കൾ പറയുന്നത്. ചില വാക്കുകളും ചില പദങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നതിൻ്റെ. പക്ഷേ ശരിക്കും ഇത് അങ്ങനെയാണ്, ഒരു ട്രോള് പോലെയല്ലേ ഗാന്ധിജിയെ സ്നേഹിക്കുന്നവർക്ക് തോന്നുക? അതൊക്കെ നിങ്ങൾ എങ്ങനെ വേണേൽ വിചാരിക്കുക, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം അവഹേളിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് വിമർശനമല്ല, അവഹേളനമാണ്. ആ കാലത്ത് പീപ്പിൾസ് വാറിൽ വന്ന കാർട്ടൂണുകൾ, വൃത്തികെട്ട രീതിയിൽ ഗാന്ധിജിയെ ചിത്രീകരിച്ച കാർട്ടൂണുകൾ ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ ലഭ്യമാണ്. കാർട്ടൂണല്ലേ സർ? അതൊക്കെ ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുന്നത് ആരും വിളിക്കില്ല, കോന്തിയെന്നും വിളിക്കില്ല, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞത് വിമർശനമാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവർ തന്നെ എന്നുള്ളതാണല്ലോ ഇവിടെ ഗാന്ധി ഘാതകരുടെ നേതാവിനെ വരുന്ന പ്രസ്താവനകൾ. അതനുസരിച്ചാണല്ലോ അങ്ങനെയുള്ള അതിനെ ഇതുവരെ ന്യായീകരിച്ച് നിൽക്കുന്ന ആളുകൾ, അതിനെതിരായി പറയാത്തവർ, താങ്കൾ പോലും ഇപ്പോഴും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. രാജ്യദ്രോഹത്തിനാണ്, രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കിയതിനാണ്. 48-ൽ നിരോധിച്ചത് ഇവിടെ സായുധ വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചതിനാണ്. 63-ൽ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നത് നിരോധിച്ചിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന്. അറസ്റ്റ് ചെയ്തത് ചൈനയ്ക്ക് ഒറ്റുകൊടുത്താണ്. ശരി, അത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾക്കുള്ള ഒരു മിനിറ്റിലേക്ക് വരുമ്പോൾ നോക്കൂ, എന്തൊക്കെ നമ്മൾ ചർച്ചയിൽ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ശ്രീ ജോർജ് പൊടിപ്പാറ, കോൺഗ്രസിൻ്റെ വാദം നിൽക്കുന്നതല്ല. കോൺഗ്രസ് ഇത്രയും പറഞ്ഞാൽ മതിയോ ഈ സംഘപരിവാറിനെ? അത് പ്രത്യേകിച്ച് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനെ കാണിച്ചതിന് കോൺഗ്രസ്സിന് ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് താങ്കൾക്കൊരു ഉപദേശം നൽകാനില്ലേ? ഡോക്ടർ ലാൽ, കോൺഗ്രസ് ഈ പറഞ്ഞ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തിൽ അതൊന്ന് ഹൈജാക്ക് ചെയ്യാൻ ഈ പറഞ്ഞ RSS ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ആകെപ്പാടെ എടുത്തു പറയാനായിട്ട് ഈ പറഞ്ഞ സവർക്കർ ഒഴിച്ച് വേറൊരാൾ, അദ്ദേഹം മാപ്പ് പറഞ്ഞ് പുറത്തു വന്നതൊക്കെ ചരിത്രമാണ്. നേരത്തെ പി ജയരാജൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് അവർക്ക് ആരെയും ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ, കോൺഗ്രസ് നേതാവായിരുന്ന RSSനെ നിരോധിച്ച
അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചു. എന്തിനു പറയുന്നു, കേരളത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് ഇതിനെ എതിർത്ത് നിന്നു, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു, പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ദേശം കോൺഗ്രസ് വിമർശകനായി. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് RSSന്റെ ഒരു വക്കാലത്തിലോ RSSന്റെ ഒരു അംഗീകാരത്തിലോ അല്ല കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് RSS നന്നാവുമെന്ന് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വിചാരിക്കൂ? അടിസ്ഥാനപരമായിട്ട് RSSനെ നന്നാക്കാൻ ആർക്കാണ് കഴിയുക? കോൺഗ്രസിനെ കൊണ്ട് കഴിയൂ? അല്ല, കോൺഗ്രസിനെ നന്നാക്കുകയല്ല, കോൺഗ്രസിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ടത് ആരാണ് എന്നതാണ്. ശ്രീ പി ജയരാജൻ, നന്നാക്കാൻ പറ്റുമോ, അതുകൊണ്ട് വിട്ടേക്കാം എന്നുള്ളതാണോ രാഷ്ട്രീയം? ഞാൻ ചോദിക്കട്ടെ ലാലെ, ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ കന്യാകുമാരി മുതൽ ശരി, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനത്തെ ഒരു മിനിറ്റ്, പി ജയരാജൻ, താങ്കൾക്കാണ്. മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? ശരി, ആർക്കെതിരെയായിരുന്നു അത്? CPM നോക്കിയാൽ അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ വ്യവസ്ഥക്ക് ഏറ്റവും കനത്ത വെല്ലുവിളിയാണ് സംഘപരിവാർ ഉയർത്തുന്നത്. അതിനെ ഗൗരവത്തോടു കൂടി എല്ലാ പ്രസ്ഥാനങ്ങളും കാണാം, CPM-ഉം കോൺഗ്രസും എല്ലാം കാണണം. അങ്ങനെ കാണുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ ഭാഷണം അവസാനിപ്പിക്കാം. അതായത് മഹാത്മാഗാന്ധിക്ക് നേരെ 6 തവണ വധശ്രമം നടന്നിട്ടുണ്ട്. ആദ്യത്തെ വധശ്രമം എപ്പോഴാണെന്ന് അറിയുമോ? 1934 ജൂണിലാണ്. ബോംബെറിഞ്ഞു പൂനെയിലെത്തിയപ്പോൾ. മുനിസിപ്പാലിറ്റി നൽകിയിട്ടുള്ള സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ കാറാണെന്ന് തെറ്റിദ്ധരിച്ച് മഹാത്മാഗാന്ധിയുടെ കൂടെയുള്ള അവരെ ബോംബാക്രമണം നടത്തി. ആരാണെന്നറിയുമോ? ഇന്ന് സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷകരാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന RSSകാരുടെ മുൻ തലമുറക്കാർ സനാതനികളാണ് ബോംബെറിഞ്ഞത്. ആദ്യത്തെ ഗാന്ധിക്കെതിരായിട്ടുള്ള വധശ്രമം 1934 കേരളത്തിൽ പയ്യന്നൂരിൽ ഹരിജൻ സ്കൂൾ സന്ദർശിച്ചിട്ട് ആനന്ദതീർത്ഥൻ നടത്തിയിട്ടുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ സന്ദർശിച്ച് പര്യടന ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പൂനെയിലെത്തിയപ്പോഴാണ് ആദ്യത്തെ ബോംബാക്രമണം. ആരാണെന്നറിയോ? സനാതനികൾ. ഇപ്പം നിങ്ങൾ സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷകന്മാരായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുൻ തലമുറക്കാരാണ് ഗാന്ധിയുടെ നേരെയുള്ള ആദ്യത്തെ വധശ്രമം നടത്തിയത്. പിൽക്കാലത്ത് നടത്തിയിട്ടുള്ള വധശ്രമങ്ങളും ഹിന്ദു മഹാസഭയുടെയും RSSൻ്റെയും ഭാഗമായിട്ടുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽ ജനിച്ചിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള ആളുകളാണ് എല്ലാ ഗൂഢാലോചന നടത്തിയത്, എല്ലാ അക്രമവും നടത്തിയത് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളിപ്പോൾ ഗാന്ധിയെ മഹാനാക്കി ചിത്രീകരിക്കുകയല്ല ചെയ്യുന്നത്. ഗാന്ധിയെ വീണ്ടും വീണ്ടും വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമമാണ്, ആക്രമിച്ച് കശാപ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. അതുവഴി ഗാന്ധി ഉയർത്തിപ്പിടിച്ച മതസാഹോദര്യത്തിൻ്റെ സന്ദേശം, മതനിരപേക്ഷതയുടെ സന്ദേശം തകർക്കാനാണ് നിങ്ങൾ. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത RSSൻ്റെ ചിത്രം വരുന്ന നാണയവും സ്റ്റാമ്പും ഒക്കെയാണ് പുറത്തേക്ക് വന്നത് എന്നാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. അത് പക്ഷേ രേഖ എവിടെ എന്ന് ചോദിച്ചപ്പോൾ കൈമലർത്തി കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്യും എന്നാണ് ഇതിനെ ന്യായീകരിക്കാൻ വന്നവരൊക്കെ ഈ ചർച്ചയിൽ പറഞ്ഞത്. അതിന് കൈയടിച്ചോ അല്ലെങ്കിൽ അവരെ നന്നാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസും വാപൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർഗീയതയെ ചെറുക്കാനാകുക? അത് ജനം കാണുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പി ജയരാജൻ, ഷാബു പ്രസാദ്, ജോർജ് പൊടിപ്പാറ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.